മറിയം. ഒരുപാട് കാലം മുമ്പാണിത്. കൃത്യമായി പറഞ്ഞാൽ 65 വർഷങ്ങൾക്കപ്പുറം ഞാൻ പതിവുള്ള നടത്തത്തിനിറങ്ങിയതായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശിശിരകാലം കഴിഞ്ഞു പോയിട്ടും അന്തരീക്ഷത്തിൽ അപ്പോഴും വെളുത്ത മഞ്ഞുപൊടികൾ ഓർമ്മത്തെറ്റുപോലെ വിളറിക്കിടന്നു. ക്ഷീണിച്ച ആ നാട്ടുപാതയിൽ എന്നോടൊപ്പം പലരും ഉണ്ടായിരുന്നു. തൊഴിലിനു പോകാൻ ഇറങ്ങിയവർ, കച്ചവടക്കാർ, കുട്ടകളിൽ മുള്ളങ്കിയും തർക്കാരിയുമായി ചന്തയിലെത്തിയ സ്ത്രീകൾ. ഉറക്കമെണീറ്റതിൻ്റെ ക്ഷീണവും പ്രസരിപ്പും മിക്കവരുടെയും മുഖങ്ങളിൽ മാറി മാറി മിന്നി. പതിവായി കാണുന്ന ചിലർ എന്നോട് പരിചയഭാവത്തിൽ ചിരിച്ചു. വിചിത്ര വേഷത്തിലുള്ള ഈ പയ്യനേതാണ് എന്ന മട്ടിൽ ചിലർ എന്നെ കൗതുകത്തോടെ നോക്കി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ എടുത്തു പറയത്തക്കതായി ഒന്നുമില്ലായിരുന്നു. സ്കൂൾ ഹോസ്റ്റലിലെ എൻ്റെ പഴയ മുറി, അതിൻ്റെ ജാലകങ്ങളിൽ പരന്നു കിടന്നിരുന്ന പുരാതനമായ പൂപ്പ്, പപ്പയ്ക്ക് ഈ ഗ്രാമത്തിലേക്ക് സ്ഥലം മാറ്റമായി വരുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചിരുന്ന പട്ടണത്തിലെ കോളേജ്, അവിടെ വിട്ടുപോന്ന 20-ാം വയസ്സിൻ്റെ കൗതുകങ്ങൾ, അങ്ങനെ പരസ്പര ബന്ധമില്ലാത്തതും അപ്രധാനവുമായി എന്തൊക്കെയോ മനസ്സിൻ്റെ മേൽത്തട്ടിലൂടെ തൊട്ടും തൊടാതെയും തെന്നിത്തെറിച്ചു പോകുന്നുണ്ടായിരുന്നു. അത്രമാത്രം. അപ്പോഴാണ് വഴിയോരത്ത് പതുങ്ങി നിന്നിരുന്ന ഒരു കുറിയ കാട്ടുചെടി എൻ്റെ കാലിലുടക്കിയത്. ഒരു നിമിത്തം പോലെ എന്നെ കാത്തുനിന്ന അതിൻ്റെ പാവം രൂപത്തെ പിന്നീട് പലതവണ ഞാൻ ഓർക്കുകയുണ്ടായി. അന്ന് കാലുറയിലൂടെ തുളഞ്ഞ് ഉള്ളിൽ കോറിയ കുഞ്ഞുമുള്ളിൻ്റെ അസ്വാരസ്യം കുടഞ്ഞു കളയാനായി ഞാൻ മുന്നിൽ കണ്ട മരബെഞ്ചിലിരുന്നു. അല്പം മുമ്പ് വേറെ ആരോ ഇരുന്നിരുന്നതുകൊണ്ടാവാം ബെഞ്ചിന് ഇളം ചൂടുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ വിശ്രമത്തിനു ശേഷം എഴുന്നേൽക്കാനൊരുങ്ങവേ കാട്ടുമരങ്ങളുടെ ഇടയിൽ നിന്നും പഴയൊരു കുതിരവണ്ടി ഓടി വന്നു. പ്രഭാതത്തിൻ്റെ തണുപ്പൻ കാറ്റിൽ വണ്ടിയുടെ ജാലകമറ ഒരു ഭീമൻ പക്ഷിയായി ചിറകിട്ടടിച്ചുകൊണ്ടിരുന്നു. മുന്നോട്ട് കാൽ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനായിരുന്നു എന്ന് ഇന്നും മനസ്സിലാവാത്തൊരു വെമ്പലോടെ ഞാൻ വണ്ടിക്ക് നേർക്ക് തല പൊക്കി നോക്കി. വണ്ടിയിൽ ഞാൻ അവരെ കണ്ടു. കുതിരവണ്ടിയുടെ ചെറിയ ജാലകപ്പടിയിൽ ഒരു കൈ താഴ്ത്തിയിട്ട് മറ്റേ കൈയിൽ മുഖം താങ്ങിയിരിക്കുകയായിരുന്നു അവർ. അവർക്ക് കാഴ്ചയിൽ 35-36 വയസ്സ് തോന്നിച്ചു. 10-11 വയസ്സായ ഒരു പെൺകുട്ടിയും മുഖം വ്യക്തമല്ലാത്ത ഒരു പുരുഷനും അവർക്കൊപ്പം വണ്ടിയിലുണ്ടായിരുന്നു. കൊടും തണുപ്പേറ്റാൽ എന്ന വണ്ണം അവരുടെ കണ്ണുകൾ ചുവന്നും നെറ്റി വിളറിയുമിരുന്നു. ശിരോവസ്ത്രത്തിനുള്ളിൽ നിന്നും നീളം കുറഞ്ഞ കോലൻ മുടിയിഴകൾ മുഖത്തേക്ക് മയക്കത്തോടെ പാറി. ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. മുഖത്തിൻ്റെ ഒരു പകുതിയിൽ നിന്നും വെയിലിൻ്റെ നേരിയൊരു തുണ്ട് കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. അവരുടെ കണ്ണുകൾ വണ്ടിക്കുള്ളിലോ പുറത്തോ ശ്രദ്ധിക്കാതെ എവിടെയോ തറഞ്ഞു കിടന്നു. വണ്ടി എന്നെ കടന്നുപോകെ അവർ എന്നെ നോക്കുമെന്ന് ഞാൻ കരുതി. അവരുടെ നോട്ടം എൻ്റെ കണ്ണുകൾക്ക് തൊട്ടടുത്ത് വരെ എത്തിയതുമാണ്. പക്ഷേ വണ്ടിക്കകത്തു നിന്നും ആരോ എന്തോ പറഞ്ഞതിനാലെന്നോണം അവർ ഒരു ചെറു ചിരിയോടെ മുഖം പുറകിലേക്ക് തിരിച്ചു. വണ്ടി കടന്നുപോകെ മറിയം, ഇതു കേൾക്കൂ എന്ന് ഒപ്പമുള്ള പുരുഷൻ പറയുന്നത് മാത്രം ഞാൻ കേട്ടു. അന്നു രാത്രി വീടിന് വെളിയിൽ തോട്ടത്തിലെ കൽപ്പലകയിൽ ചാരി വെറുതെ ഇരിക്കുമ്പോൾ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ പതിയെ ഓടിവന്ന ആ കുതിരവണ്ടിയെ ഞാൻ ഓർത്തു. എൻ്റെ മനസ്സ് വീണ്ടും വിങ്ങി. എനിക്ക് ചുറ്റും നിശബ്ദരായി നിൽക്കുന്ന മരങ്ങളും ഇരുട്ടും ശരത്കാലത്തിൻ്റെ വിളറിയ ആകാശവുമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ നിന്നും പാകമാവുന്ന സോസേജിൻ്റെ ആവി ഉയർന്നു. തോട്ടത്തിൻ്റെ ഏതോ മൂലയിൽ നിന്നും കാട്ടുപൂക്കളുടെ മെരുങ്ങാത്ത മണവും. മറിയം, ഞാൻ മന്ത്രിച്ചു. അന്നു മുതൽ ആ പേര് എൻ്റെ ഉള്ളിൽ ആടിത്തിമർക്കുന്നൊരു കാട്ടുമരത്തിൻ്റെ ഉന്മാദമായി. അതിനുശേഷവും എല്ലാ പ്രഭാതങ്ങളിലും ഞാൻ ഇതുവഴി പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവർക്കായി എൻ്റെ കണ്ണുകൾ ഉഴറിയതേയില്ല. അവരുടെ കാഴ്ച ഇനി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണത് എന്നും. എങ്കിലും ഞാൻ അവരെ ഒരു തവണ കൂടി കണ്ടു. വീണ്ടും 12 വർഷങ്ങൾ കഴിഞ്ഞാണത്. ഭാര്യയും മകനുമൊത്ത് ഒരു സുഹൃത്തിൻ്റെ വേനൽക്കാല വസതിയിലേക്ക് ഒഴിവുകാലം ആഘോഷിക്കാനായി പോവുകയായിരുന്നു ഞാൻ. ഞങ്ങളുടെ തീവണ്ടി മുറിയിൽ തമാശകളും പൊട്ടിച്ചിരികളും നിറഞ്ഞു നിന്നു. തിമർത്തു ക്ഷീണിച്ച് മകൻ മയക്കമായപ്പോൾ അവനെ മടിയിൽ കിടത്തി ഞാൻ പുറത്തെ ഇരുളുന്ന സന്ധ്യ നോക്കിയിരുന്നു. ഭാര്യ എന്തോ വായിക്കുകയായിരുന്നു. ജനൽക്കാഴ്ചയിൽ ദൂരെ കുന്നിൻ ചെരുവുകളിൽ മനുഷ്യരൂപങ്ങളുടെ ആകൃതിയിൽ നിരന്നു നിൽക്കുന്ന മരങ്ങളുടെ പുറം രേഖകൾ മാത്രമേ എനിക്ക് കാണാനായുള്ളൂ. ഇടയ്ക്ക് മിന്നിത്തെളിയുന്ന വെളിച്ചത്തിൻ്റെ പൊട്ടുകളും. അങ്ങനെയിരിക്കെ ആ വീട് ഒഴുകിയെത്തി. അതിൻ്റെ വരാന്തയിൽ ഒരു മഞ്ഞ വിളക്കിന് താഴെ അവർ ഇരിക്കുന്നുണ്ടായിരുന്നു. കയ്യിലെന്തോ ഉണ്ട്. വായിക്കുകയോ തുന്നുകയോ ആയിരുന്നിരിക്കണം. വിളക്കിൻ്റെ നേരിയ പ്രകാശം അവരുടെ മുഖത്തിൻ്റെ അതിരുകളിൽ തട്ടി ചിതറിക്കൊണ്ടിരുന്നു.
കൺകോണുകളിൽ തിളങ്ങിയ ചിരി മയക്കമാർന്ന വെളിച്ചത്തിലും എനിക്ക് കാണാൻ കഴിഞ്ഞു. 10-12 വർഷങ്ങൾ അവരിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാത്തതുപോലെ തോന്നി. ആദ്യം കണ്ട ഇടത്തു നിന്നും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഈ സ്ഥലത്ത് അവർ എങ്ങനെ എത്തി എന്നറിയില്ല. പക്ഷേ അതവർ തന്നെയാണ് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തീവണ്ടി ആ വീട് കടന്നു പോകാനെടുത്ത 2-3 സെക്കൻഡുകളിൽ എൻ്റെ ഉള്ള് ഉലഞ്ഞാടുന്നൊരു വനവൃക്ഷമായി. എനിക്ക് ചുറ്റും രാത്രിയുടെ മെരുക്കമില്ലാത്ത മണമായിരുന്നു. വന്യമായൊരാവേശത്തോടെ തീവണ്ടി ഓടിക്കൊണ്ടിരുന്നു. ഒരു മായക്കാഴ്ചയായി അവരുടെ വീട് പിന്നിൽ മാഞ്ഞു പോയി. മറിയം, ഞാൻ പിറുപിറുത്തു. എൻ്റെ ഉള്ളിൽ സഹസ്രാബ്ദങ്ങളുടെ പ്രണയം തണുത്തുറഞ്ഞു. ഒഴിവുകാലം കഴിഞ്ഞ് അതേ വഴിയെ തിരിച്ചു വരവേ ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ടും എൻ്റെ കണ്ണുകൾ ആ വീടിനെ തേടിക്കൊണ്ടിരുന്നു. പക്ഷേ എങ്ങും വെളിച്ചം മാത്രമേ എനിക്ക് കാണാനായുള്ളൂ. പകലിൻ്റെ പ്രഹരത്തിൽ രാത്രിയുടെ ആ മായക്കാഴ്ച പിടഞ്ഞമർന്നു പോയിരുന്നു. എവിടെയായിരുന്നു ആ വീട് എന്നുപോലും തിരിച്ചറിയാനാവാതെ തീവണ്ടി വാതിലിനരികിൽ ഞാൻ വിവശനായി നിന്നു. പിന്നീട് വരാനിരുന്ന ഏകാന്തമായ എത്രയോ ജീവിത നിമിഷങ്ങളിലെന്ന പോലെ എൻ്റെ മനസ്സ് എന്തിനോ ആയി തുടിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെയും ഒരുപാട് കാലം മുമ്പാണ്. എങ്കിലും 85-ാം വയസ്സിൻ്റെ മരണക്കിടക്കയിലേക്ക് വർഷങ്ങളുടെ ദൂരം താണ്ടി കാട്ടുപൂക്കളുടെ മെരുങ്ങാത്ത മണം വന്നെത്തിയപ്പോൾ എനിക്ക് അതിശയമൊന്നും തോന്നിയില്ല. 65 വർഷങ്ങൾക്ക് മുമ്പ് ശരത്കാലത്തിൻ്റെ ആ വിളറിയ ആകാശത്തിന് കീഴെ ഇരുന്ന് ഞാൻ അറിഞ്ഞ സ്നേഹത്തിൻ്റെ വന്യസ്പർശം എൻ്റെ വരണ്ട കണ്ണുകളിൽ തിരിച്ചു കിട്ടലിൻ്റെ നനവായി. എന്നോ മരിച്ചു പോയിരുന്നിരിക്കാവുന്ന അവരുടെ രൂപം ഓരോ അണുവിലും ജീവന്റെ പൂർണ്ണതയായി എൻ്റെ ഓർമ്മയിൽ ത്രസിച്ചുകൊണ്ടിരുന്നു. ആ ക്ഷീണിച്ച നാട്ടുപാതയിലൂടെ കടന്നുപോകെ എൻ്റെ കണ്ണുകളിലേക്ക് അവർ നോക്കിയിരുന്നെങ്കിലോ എന്ന് പിന്നീട് പലപ്പോഴും ഞാൻ ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. അവരുടെ കണ്ണുകളുടെ സ്പർശം എന്നതുപോലെ അവരുടെ ജീവനിലെ എൻ്റെ അസ്തിത്വവും ഒരു നിമിഷത്തിൻ്റെ 100-1 വ്യത്യാസത്തിൽ എനിക്ക് നഷ്ടമായി. ജന്മാർത്ഥങ്ങളെ മാറ്റിമറിച്ചേക്കാമായിരുന്ന ആ ഒരു നിമിഷാംശം വരും വരായികകളുടെ സാധ്യതകളായി എന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരുന്നു. മരണത്തിലേക്ക് യാത്രയാക്കാനായി എൻ്റെ അന്ത്യമുറിയിലേക്ക് സന്ദർശകർ വന്നു തുടങ്ങിയിരുന്നു. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുവെന്ന് തോന്നിക്കുന്ന ചില മുഖഭാവങ്ങളോടെയാവണം മകനും ഭാര്യയും അവരെ സ്വീകരിക്കുകയും നന്ദി വാക്കുകളോടെ യാത്രയാക്കുകയും ചെയ്തു. ഒരു ദിവസം സന്ദർശകരില്ലാത്ത മങ്ങിയ ഒരു വൈകുന്നേരത്തിൽ കയ്യിൽ കുറച്ചു പൂക്കളുമായി ഒരു പെൺകുട്ടി വന്നെത്തി. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് അവൾ എൻ്റെ കിടക്കയ്ക്കരികിലിരുന്നു. മേശപ്പുറത്ത് വെച്ച പൂക്കളിൽ നിന്നും വന്യമായൊരു ഗന്ധം ഉയർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഉണർവിൽ എൻ്റെ മനസ്സ് ഒരു കാട്ടുമരമായി ആടിയുലഞ്ഞു. മറിയം, എൻ്റെ ചുണ്ടുകൾ ഇടറി. എൻ്റെ കൈകളിൽ തൊട്ട് പെൺകുട്ടി എന്നെ ഭാവഭേദമൊന്നുമില്ലാതെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു. ഒരിക്കലെങ്കിലും ജീവിതത്തിൻ്റെ ഏതോ കോണിൽ വെച്ചെങ്കിലും എൻ്റെ സ്നേഹത്തിൻ്റെ ചൂട് നിങ്ങളെ തൊട്ടിരിക്കുമോ? ആ ക്ഷീണിച്ച നാട്ടുപാതയിലൂടെ എവിടേക്കോ ആയി പോകുമ്പോൾ നിങ്ങൾ എന്തോ ചിന്തിക്കുകയായിരുന്നു. അന്ന് നിങ്ങളുടെ മനസ്സിലൂടെ തെന്നിത്തെറിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പരിചിതമായ എന്തൊക്കെയോ ആയിരിക്കണം. ആരും ഒപ്പമില്ലാത്ത ഇരുണ്ട സായാഹ്നങ്ങളിൽ നിങ്ങളുടെ നെഞ്ചിൻ കൂടും അറിയാത്ത എന്തിൻ്റെയോ ഭാരത്തിൽ ഇടറിയിട്ടുണ്ടാവണം. ശരത്കാലങ്ങളിലെ വിളറിയ ആകാശവും കാട്ടുമരങ്ങൾ പൊഴിക്കുന്ന കറയുടെ ക്ഷീണിച്ച ഗന്ധവും നിങ്ങളുടെ നിശ്വാസങ്ങളിൽ പ്രാചീന സ്മൃതികളായി നിറഞ്ഞു കാണണം. എൻ്റെ കൈത്തലം മുറുകെ പിടിച്ച് പെൺകുട്ടി നിശബ്ദയായിരുന്നു. അവളുടെ സ്പർശം എൻ്റെ ആതുരതകൾക്ക് അവസാനമില്ലാത്ത ഉത്തരമായി. അല്പനേരം കഴിഞ്ഞ് ഒരു നിശ്വാസത്തോടെ ഞാൻ അവളുടെ നേർക്ക് കൺതുറന്നു. ക്ഷമിക്കൂ, ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു. സാരമില്ല എന്ന് ഒരു ചെറുചിരിയോടെ ചുമൽ കുലുക്കി പെൺകുട്ടി എഴുന്നേറ്റുപോയി. തോട്ടത്തിലെ ചരൽപ്പാതയിലൂടെ പതിഞ്ഞ കാൽവെപ്പുകളുമായി അവൾ നടന്നു പോകുന്നത് ഞാൻ ജനലിലൂടെ കണ്ടു. ചുറ്റും നിശബ്ദരായി നിന്ന മരങ്ങളിൽ നിന്നും ഒരു മെലിഞ്ഞ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. അതിൻ്റെ അലിവിൽ വർഷങ്ങൾക്കു ശേഷം എൻ്റെ മനസ്സ് ശാന്തമായി. മുള്ളിലെ തരിച്ചിൽ തണുത്തുറഞ്ഞിരുന്ന സഹസ്രാബ്ദങ്ങളുടെ പ്രണയം ഉഷ്ണമഴയായി ഉരുകിയൊലിക്കുന്നതറിഞ്ഞുകൊണ്ട് ഞാനൊരു മയക്കത്തിലേക്ക് കണ്ണടച്ചു.